സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഒന്നും പറയാനില്ല, അടിപൊളി പടം. ഞാൻ ആദ്യം ഇന്ന് കണ്ടത് പ്ലൂട്ടോ ആണ്. സ്പൈഡർമാൻ ഇന്ന് വൈകിട്ടത്തെ ഷോയാണ് കണ്ടത്. അധികം റിവ്യൂസോ സ്പോയിലേഴ്സോ ഒന്നും അറിയാൻ നിന്നില്ല, നേരെ പോയി കാണുമായിരുന്നു. ഒറ്റ കാര്യം മാത്രം ഇങ്ങനെ കേട്ടായിരുന്നു, അതായത് കുറച്ചുകൂടി ഇമോഷണലിയാണ് ഈ സിനിമ ഹുക്കായിട്ടുള്ളത്. അതായത് മറ്റേ കഴിഞ്ഞ പാർട്ട് പോലെ നോ വേ ഹോം പോലെ ഫുൾ ആക്ഷൻ, ഫുൾ മറ്റേ അടി വെടി പരിപാടി അല്ലാതെ ഇമോഷണലി ആണ് ഇതിൻ്റെ കൂടുതലും ഉള്ളത്. ആക്ഷനൊക്കെ വളരെ കുറവെന്നാണ്. അതുമാത്രം ഇങ്ങനെ കേട്ടു. അത് കേട്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കത് ഒട്ടും ഫീൽ ചെയ്തില്ല. അതായത് ഇമോഷണലുണ്ട്, എന്നാൽ അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആക്ഷനും ഫൈറ്റും നമ്മൾ എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അഡ്വഞ്ചറസ് പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. ഒരു ഉഗ്രൻ പടം. ടെക്നിക്കലി ടോപ്പ് പറയേണ്ട ആവശ്യമില്ല, ഒന്നും മോശമാക്കിയിട്ടില്ല. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ പടങ്ങളൊക്കെ 3D കാണുന്നത് ഭയങ്കര ന്യൂസൻസ് ആണ്. അതായത് ഇവിടുത്തെ തിയേറ്ററുകാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ 2D പ്ലേയും ചെയ്യത്തില്ല, ഇവർ 3D മാത്രമേ പ്ലേ ചെയ്യത്തുള്ളൂ. കാരണം 30 രൂപ വെച്ച് ഓരോ ടിക്കറ്റിനും പൈസ എക്സ്ട്രാ കിട്ടും. ഇതൊക്കെ 2D കാണേണ്ട പടമാണ് സത്യം പറഞ്ഞാൽ. കണ്ണിന് വേദന എടുക്കും. പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നം വന്നില്ല. 3Dയുടെ കൊണ്ട് നമുക്ക് മറ്റേ കിടിലൻ എക്സ്പീരിയൻസ് കിട്ടി 3D അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമുക്ക് കണ്ണിന് അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടാകുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം, തലവേദന അങ്ങനെ ഉണ്ടാകത്തില്ല. അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 2D കാണുന്നതന്നെയാണ് ബെറ്റർ കേട്ടോ. ഞാൻ 3D ആണ് കണ്ടത്, പക്ഷേ എങ്കിലും എനിക്ക് ഉറപ്പ് പറയാം 2D തന്നെ ആയിരിക്കും ബെറ്റർ. എവിടെയെങ്കിലും 2D ഉണ്ടെങ്കിൽ അത് പോയി കണ്ടോളൂ. 3D കണ്ടാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. പടം അടിപൊളിയാണ്, പക്ഷേ പടത്തിന് 3D അങ്ങനെ പറയാനില്ല, മോശമാക്കിയിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ പടം സൂപ്പർ. 2 മണിക്കൂർ 25 മിനിറ്റ് പോകുന്നത് അറിയത്തില്ല, ഭയങ്കര ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 1/2 മണിക്കൂറൊക്കെ ഒരു ഇതുവരെയുള്ള സ്പൈഡർമാൻ്റെ രീതിയിലല്ല, വേറൊരു മൂഡാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്കായി. നമുക്കൊരു ഫീൽ ഗുഡ് മൂഡാണെങ്കിലും അതേ സമയത്ത് മറ്റേ ആക്ഷൻ്റെ അഡ്വഞ്ചറസ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ വർക്കായി. എന്ത് പറയാനാണെങ്കിലും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ നെഗറ്റിവിറ്റി ഒന്നും ഈ സിനിമയെ പറ്റി സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ആർക്കും തോന്നത്തില്ല കണ്ടു കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്കും ഒരു മികച്ച സിനിമയാണ്. മറ്റേ കമ്പയർ ചെയ്യാനാണെങ്കിൽ നോ വേ ഹോമിൻ്റെ ഒരു തൊട്ട് താഴെ നിൽക്കുന്നതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നോ വേ ഹോം ഒരു 5-ൽ 4.5 ആണെങ്കിൽ ഇതൊരു 4. അത് തന്നെയാണ് എൻ്റെ റേറ്റിങ്ങും. 4 ഔട്ട് ഓഫ് 5 ആണ്. ഉഗ്രൻ സിനിമയാണ്. കണ്ണും പൂട്ടി പോയി കണ്ടോളൂ.